ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഒരു പെറ്റിക്കോട്ട്, അതായത് ഷെമ്മീസ്, ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുന്ന രീതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചതാണ്, അതിന് കുഞ്ഞിന് തയ്ക്കാനായിട്ട് ഒരളവ് വേണമെന്ന്, അളവെടുക്കുന്ന രീതി അറിയത്തില്ലെന്ന്. അതുകൊണ്ടാണ് ഈ ക്ലാസ് വീണ്ടും ഇടുന്നത് കേട്ടോ, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടു നോക്കുക. അപ്പം എനിക്കിപ്പോൾ നമ്മുടെ വീട്ടിലും കുട്ടികളിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെൻ്റ് എടുക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വിളിച്ചിട്ട് ഈ രീതിയിൽ അങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് ഇറക്കമാണ്. നമ്മൾ ഷെമ്മീസ് തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പെറ്റിക്കോട്ട് തയ്ക്കുമ്പോൾ ഇറക്കം നമ്മളെല്ലാത്തിനും ആദ്യം എടുക്കുന്ന ഇറക്കം കേട്ടോ. ഷോൾഡറിൻ്റെ ഇതേപോലെ ടേപ്പ് 1 എന്നുള്ള നമ്പർ ഇഞ്ചിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മെഷർമെൻ്റ് എടുക്കുന്ന എപ്പോഴും ഇഞ്ചിലാണ്. ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇറക്കം എവിടം വരെ വേണം, മുട്ടിൻ്റെ അവിടെയൊക്കെ മതി ഷെമ്മീസിൻ്റെ ഇറക്കം. കുഞ്ഞുങ്ങൾക്ക് ഷെമ്മീസിൻ്റെ ഇറക്കം മുട്ടിൻ്റെ അവിടെ വരെ മതി. അപ്പോൾ ഒരു മുട്ടിൻ്റെ ഇടം വരെ വേണമെങ്കിൽ ഒരു 20 ഇഞ്ച് ഇറക്കും മനസ്സിലാക്കുക. ഇവിടുന്ന് കറക്റ്റ് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ കാൽമുട്ടിൻ്റെ അവിടം വരെ നീളം എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതി വെക്കുക. അപ്പോൾ ഇറക്കം 20 ഇഞ്ച്. അത് എഴുതിയതിന് ശേഷം അതിനെ നമ്മൾ ബോഡിയുടെ ഭാഗം മാത്രം സെപ്പറേറ്റ് ആക്കും. അന്നേരം ബോഡി പാർട്ട് വെട്ടാനായിട്ട് ആദ്യം നമ്മുടെ ലെന്ത് ഇറക്കം എഴുതിയതിന് ശേഷം ഈ ബോഡിയുടെ ഇറക്കം മനസ്സിലാക്കണം. അതും ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ പുക്കിളില്ലേ, കൊച്ചിൻ്റെ പുക്കിൾ എവിടെയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ചാണ് മുകളിൽ നിന്ന് അവിടെ വരെയുള്ള ഇറക്കം നോക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പുക്കിളിൻ്റെ നേരെ നീളം ചിലപ്പം അവിടെ വരെയുള്ള നീളം വരുന്നത് ഒരു 8 ഇഞ്ച് വരും, അല്ലെങ്കിൽ 9 ഇഞ്ച്, ഇത്രയൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ 9 ഇഞ്ച് അപ്പം വയസ്സിനനുസരിച്ചാണ് ഈ ഇറക്കവും നീളവും ഒക്കെ വരുന്നത്. ഇതിൻ്റെ ബോഡി ഇറക്കവും ഫുൾ ഇറക്കവും വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞേക്കുന്ന ഒരു 3 വയസ്സ് 4 വയസ്സ് വരെയുള്ള കൊച്ചിൻ്റെ ഇറക്കമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതേപോലെ വന്നിട്ട് ഇവിടം വരെയുള്ള ഇറക്കം നോക്കുക. ഒരു 9 ഇഞ്ച് നീളം, ബോഡി ഇറക്കം 9. അപ്പോൾ നമ്മൾ 20 ഫുള്ളായിട്ട് എടുത്തത്, അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് ബോഡി ഇറക്കം എടുക്കുന്നത്. അത്രയും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം വണ്ണം നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഇടുന്നത് പോലെ ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ കൊച്ച് 24 ഇഞ്ച് വണ്ണം കാണാം. ഇങ്ങനെ വണ്ണം ഇടുമ്പോൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം കേട്ടോ, ഇതേപോലെ. അപ്പോൾ നമുക്ക് ഒരു 24 ഇഞ്ച് വണ്ണം, ഇത് എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുത്ത് കേൾക്കുക. ഞാൻ ഇപ്പോൾ 24ൻ്റെ കണക്കാണ് എഴുതുന്നത്. വണ്ണം എടുത്തപ്പം 24. വേസ്റ്റ് ഭാഗത്ത് വണ്ണം കൂടെ എടുക്കാം. വേസ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ ബോഡി നമ്മൾ എവിടം വരെ ലെങ്ത്ത് നോക്കിയില്ലേ, അവിടുത്തെ വണ്ണം. ഈ വണ്ണവും ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് ഭാഗത്തെ വണ്ണവും മിക്ക പിള്ളേർക്കും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ 24 ഇഞ്ചും ഇവിടെ 24 ആയിരിക്കും. ചിലപ്പോൾ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം നെക്കിൻ്റെ ലെന്ത്, ഫ്രണ്ട് നെക്ക് 4, ബാക്ക് നെക്ക് 3, അത്രയും നോക്കിയാൽ മതി. വിത്ത് വൈഡ് എടുക്കുന്നത് ഒരു 4 ഇഞ്ച് മതി കേട്ടോ. 4 ഇഞ്ച് വരുമ്പം തുണി മടക്കി ഇടുമ്പോൾ 2 ഇഞ്ച്. അത് കട്ട് ചെയ്യുമ്പോൾ ഒരു 1.25 എടുക്കുള്ളൂ. അത് കട്ട് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ നെക്ക് ലെന്തും എടുത്ത് നെക്ക് വിത്തും എടുത്ത് അവിടെ നിന്ന് തോൾ വീതി ഒരു 2 ഇഞ്ച് എടുത്താൽ മതി. അവിടെ നിന്ന് കൈക്കുഴി പിന്നെ ഒരു 4.5 ഇഞ്ച് എടുത്താൽ മതി. ഇതിനൊക്കെ ഒരു മെഷർമെൻ്റ് എടുക്കുന്ന രീതി ഉണ്ട് ബോഡിയിൽ നിന്ന്. ഇപ്പം ഇങ്ങനെ തോൾ വീതി എന്ന് പറയുമ്പോൾ ഷോൾഡർ എടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ഷോൾഡർ എപ്പോഴും ഒരു 9-10 കാണുള്ളൂ കേട്ടോ. 10 ഇഞ്ച് എടുത്തിട്ട് അതിൽ നിന്നാണ് 2 ഇഞ്ച് നെക്കിൻ്റെ വിത്ത് പോകുന്നത്. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അവിടെ നിന്ന് തന്നെ കൈക്കുഴിയും വരും. ഇനി നമുക്ക് തുണി എടുത്തിട്ട് കട്ട് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. അപ്പോൾ ഇത് മനസ്സിലാക്കി ചെയ്ത് നോക്കുക കേട്ടോ. പെറ്റിക്കോട്ട് തയ്ക്കാനായിട്ട് അല്ല ഷെമ്മീസ് തയ്ക്കാനായിട്ട് നമ്മൾ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1 മീറ്റർ തുണികളുണ്ട്. ആദ്യം നമുക്ക് ഫുള്ളിറക്കം എത്ര കിട്ടിയ 20 അല്ലേ, 20ൽ നിന്ന് ഒരു 9 ഇഞ്ച് മൈനസ് ചെയ്യണം. 20ൽ നിന്ന് 9 പോയാൽ എത്ര വരും? 20ൽ നിന്ന് 9 പോയാൽ 11 വരും ബാക്കി അല്ലേ. അപ്പോൾ ആ 11 ഇഞ്ച് മാർക്ക് ചെയ്യണം.
പാവാടയുടെ പീസ് അതിന് മാറ്റാം നമുക്ക്. ഫുള്ളിറക്കം നമുക്ക് കിട്ടിയേക്കുന്നത് 20ആണ്. 20ൽ നിന്ന് 11 9 ഇഞ്ച് മൈനസ് പോയാൽ 9 ഇഞ്ച് മൈനസ് ചെയ്താൽ 11 വരും. 11ഉം 1 ഇഞ്ച് മടക്കി തയ്ക്കുക, 1.5 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് എടുത്തു. അപ്പോൾ 12.5 എടുത്തു കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. തുണിയുടെ വീതിയിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ, തുണിയുടെ വീതിയിൽ നിന്ന്. ഇതൊരു ചെറിയ കുട്ടിയുടെ അളവാണ് കേട്ടോ. നമുക്ക് പാവാട പീസ് മാറ്റി വെച്ച് ഇനി നമുക്ക് ബോഡി പാർട്ട് വെട്ടാം. തുണിയെ 4ആയിട്ട് മടക്കി ഇട്ടേക്കുന്നത് കണ്ടോ. ഇത് 4ആയിട്ടെന്ന് പറയുമ്പോൾ ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി വരുമ്പോൾ 4ആയിട്ട് മടക്കി, ബാക്കും ഫ്രണ്ട്. ഓക്കെ. അപ്പം ഞാൻ എത്ര വണ്ണം പറഞ്ഞേ? 24 വണ്ണം പറഞ്ഞേ. 24ൻ്റെ 4ൽ ഒരു ഭാഗം എടുക്കണം. അപ്പം 24ൻ്റെ 4ൽ ഒരു ഭാഗം 6. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന വണ്ണം 24. 24ൻ്റെ 4ൽ ഒരു ഭാഗം 6 4 24. ഇതിനെ 2ആയിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുമ്പോൾ 4 മടക്ക് വരും. അപ്പോൾ 24ൻ്റെ 4ൽ ഒരു ഭാഗം ബോഡിയിൽ നിന്ന് കിട്ടിയിരുന്ന അളവ് 6 വന്നു. അപ്പം നമുക്കിവിടെ കറക്റ്റ് അളവ് വന്നേക്കുന്നത് 6. പിന്നെ നമുക്ക് ഒരു ബോഡി ലൂസ് വേണ്ടേ. അപ്പം 4 ഇഞ്ചാണ് കൂട്ടുന്നത്, പക്ഷെ ഞാനിവിടെ ഒരു 3 ഇഞ്ചേ കൂട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു 3/4 ഇഞ്ച് കൂടെ എടുക്കുക. 6 നമുക്കിവിടെ കിട്ടി. 6ൻ്റെ കൂടെ ബോഡി ലൂസിന് വേണ്ടി ഒരു 3/4 കൂട്ടുക, 6.75. ഓക്കെ. അപ്പോൾ 3 ഇഞ്ച് കേട്ടോ. ബോഡി കറക്റ്റ് വണ്ണത്തിൻ്റെ കൂടെ 3 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ 4ൽ ഒരു ഭാഗം കണ്ടാൽ മതി. അതാണ് എളുപ്പം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് വണ്ണം എത്രയാണെന്ന് എടുത്തിട്ട്, കറക്റ്റ് വണ്ണം നിങ്ങൾക്ക് എത്ര കിട്ടിയേ? 24 ഞാൻ എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കണം. ഇപ്പോൾ 20 ആണെന്നെങ്കിൽ 20ൻ്റെ 4 ഒരു ഭാഗം 5. അപ്പോൾ എത്ര കിട്ടിയെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ ബോഡി ലൂസിന് വേണ്ടി ഒരു 3/4 ഇഞ്ച് കൂടെ കൂട്ടുക കേട്ടോ. 3/4 അല്ലെങ്കിൽ 1.25 കൂട്ടുക. ഞാനിവിടെ 3/4 ഇഞ്ചേ കൂട്ടുന്നുള്ളൂ. അപ്പോൾ തന്നെ 3 ഇഞ്ച് 4 സൈഡ് കൂടെ വരുമ്പം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഈ 3/4 എന്ന് പറയുന്നത് ഓരോ സംഖ്യയ്ക്കും 4 1/2 3/4 ഉണ്ട് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ലൈൻ കാണുന്നില്ല, അതാണ് 1/4. പിന്നെ ഒരു ലൈൻ 1/2, പിന്നെ ഒരു വലിയ ലൈൻ കഴിഞ്ഞിട്ട് ഒരു ലൈൻ കഴിഞ്ഞപ്പോൾ 3/4. ഇങ്ങനെ 4 1/2 3/4 ഇങ്ങനെ ഫുള്ളാകുമ്പോഴാണ് 1 ഇഞ്ച് വരുന്നത്. അപ്പോൾ ഇപ്പോൾ 3/4 എന്ന് പറയുമ്പോൾ 3 കഴിഞ്ഞിട്ട് ചെറിയൊരു ലൈൻ കഴിഞ്ഞിട്ട് വലിയൊരു ലൈൻ കാണുന്നതാണ് ആദ്യത്തേത് 3/4. പിന്നെ അടുത്തത് നമുക്ക് 3.5 എന്ന് പറയുമ്പോൾ ഈ 4 കഴിഞ്ഞിട്ട് ഒരു ലൈൻ കഴിഞ്ഞിട്ട് 1/2 കണ്ടോ, 3.5. പിന്നെ 3.25, 4 കഴിഞ്ഞ് 1/2 ഒരു പോയിന്റ് 3.25 4. ഇതാണ് 4 1/2 3/4 എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ മെസ്സേജിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ 6.25 എനിക്കിവിടെ കിട്ടി. 24ആണ് വണ്ണം വന്നേക്കുന്നത്. 24ൻ്റെ 4ൽ ഒരു ഭാഗം 6. 6ൻ്റെ കൂടെ ബോഡി ലൂസ് 3/4 കൂട്ടി, എന്നിട്ട് തയ്യൽത്തുമ്പ് 1 ഇഞ്ച് കൂട്ടി. ഇനി നമുക്ക് വേണ്ടത് ബോഡി പാർട്ടിൻ്റെ ലെന്ത്. ഞാൻ എത്ര എടുത്ത് ഷോൾഡർ മുതൽ 9 വരെ എടുത്തല്ലേ. 9 എടുത്തിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. കാരണം ഇവിടെ 1/2 ഇഞ്ച് പോകും, ഇവിടെ പാട പീസ് ഞൊറി വിട്ട് വരുമ്പോൾ 1/2 ഇഞ്ച് പോകും. അപ്പോൾ 10 ഇഞ്ച് എടുക്കണം. അപ്പോൾ 9 എടുത്താൽ നമുക്ക് കറക്റ്റ് 9 എടുത്താൽ നമുക്ക് 8 കിട്ടുള്ളൂ. അപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം, 10 എടുക്കണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നെക്കിൻ്റെ ലെന്ത്. ഞാൻ ഫ്രണ്ട് നെക്കിന് 4 ഇഞ്ചും ബാക്ക് നെക്കിന് 3.5 ഇഞ്ചുമാണ് എടുക്കുന്നത്.
ബാക്കും ഫ്രണ്ടും ഒരേ അളവിലും എടുക്കാം. പിന്നെ ഇച്ചിരി കൂടെ ചെറിയ കുട്ടിക്കൊക്കെ 3.5 ഇഞ്ച് മതി. അത് നിങ്ങൾ ഒരു നെക്ക് അവരൊരു നെക്ക് നോക്കിയാൽ മതി. കുഞ്ഞിൻ്റെ നെക്ക് എന്തുമാത്രം ഇറങ്ങണം, തല കയറണം, ആ രീതിയിൽ എടുത്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 4, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം. അപ്പം ഞാനിവിടെ 4 എടുത്തു. പിന്നെ വീതി ഞാൻ പറഞ്ഞ്, നമ്മൾ 4 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ തുണി മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ പകുതി എടുക്കുകയുള്ളൂ. ഇപ്പോൾ 2 നമ്മൾ അരികെ മടക്കി തയ്ക്കുമ്പോൾ അത് 4 ഇഞ്ച് കിട്ടും. അപ്പോൾ 1.25 എടുത്താൽ മതി. 1.25 എടുത്തിട്ട് നമ്മളിങ്ങനെ അരികെ മടക്കി തയ്ക്കുമ്പോൾ അത് 4 ആയിക്കോളും കേട്ടോ. അപ്പോൾ ഈ 4 2 കൂടെ അത് ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു നമുക്ക് സ്ക്വയറായി അല്ലേ. ഈ സ്ക്വയർ നെക്ക് കട്ട് ചെയ്യാം, അല്ലെ യു നെക്ക് കട്ട് ചെയ്യാം. ഈ കോളത്തിൽ ഏത് നെക്ക് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു യു ആണ് ചെയ്തത്. അപ്പോൾ ഈ കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് വന്ന് ഇങ്ങനെ എടുക്കുക. അപ്പോൾ യു നെക്ക്. ഇവിടെ നിന്ന് നമുക്ക് ഈ തോൾ വീതി എന്ന് പറയും, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷോൾഡർ എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് 9 ഇഞ്ച് എന്ന് പറഞ്ഞല്ലോ, വേണ്ട 4.5. തുണി ഷോൾഡർ എടുക്കുമ്പോൾ ആർക്കായാലും നമ്മൾ എടുക്കുമ്പോൾ പകുതി എടുക്കുകയുള്ളൂ. ഏത് ഷോൾഡർ എടുത്താലും ഫുള്ളെടുത്തതിന് ശേഷം അതിൻ്റെ ഹാഫ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിനെടുത്തത് 9 കിട്ടിയേക്കുന്നത്. അപ്പം 4.5, അതിൻ്റെ പകുതി 4.5. ഓക്കെ. നമ്മൾ തയ്ച്ച് വരുമ്പോൾ അരി മടക്കി അടിച്ച് വരുമ്പോൾ ഇത് 4 കിട്ടും കേട്ടോ. അവിടെ നിന്ന് കൈക്കുഴി വരുമ്പോൾ പിന്നെ 4.5 എടുക്കാം. ഇച്ചിരി കൈ അധികം പിടിച്ച് ഇരിക്കാതെ ഇച്ചിരി ഇറക്കി എടുക്കുന്നത് 5 എടുക്കാം കേട്ടോ. 4.5 കണക്കെന്ന് വെച്ചാൽ അധികം പിടുത്തമില്ല, ലൂസില്ലാതിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുക, ഇച്ചിരി കഷ്ടം പിടിക്കത്തില്ല. നമ്മൾ ഷോൾഡർ എടുത്ത് ഷോൾഡറിൽ നിന്ന് കൈക്കുഴി 5 എടുത്ത് അവിടെ അതിൽ നിന്ന് ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഷേപ്പ് കൈക്കുഴി ഷേപ്പ് ചെയ്യാം കണ്ടോ. വണ്ണം നമുക്കിവിടെ കിട്ടി, ഞാൻ അടുത്ത് 6.25 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിവിടെ ഈ വണ്ണം തന്നെ ആയിരിക്കും വേസ്റ്റ് ഭാഗത്തെ വണ്ണവും വരുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അതാണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് 1/2 ഇഞ്ച് കുറച്ചാൽ മതി, വ്യത്യാസം വരത്തില്ല. ഈ ചെസ്റ്റും വേസ്റ്റും ഒരേപോലെയൊക്കെ ആയിരിക്കും കൊച്ചുങ്ങൾക്ക് വരുന്നത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോവാം. ആദ്യം 3.5 ഞാൻ കട്ട് ചെയ്യുന്നേ. എന്നിട്ട് കൈക്കുഴി ഇവിടെ വേണ്ട ഇതേപോലെ കട്ട് ചെയ്യണം. ഞാൻ ഇച്ചിരി ഇറക്കി കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് 1/2 ഇഞ്ച് ഇറക്കി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫ്രണ്ടും ബാക്കും കൂടെ തിരിച്ചെടുത്തിട്ട് ഫ്രണ്ടിൽ 1/2 ഇഞ്ച് എടുത്തത്. ഇതേപോലെ എടുത്ത് എന്നിട്ട് പാവാട പീസ് എടുക്കുമ്പോൾ നമ്മൾ 6.25 ഈ വണ്ണത്തിൻ്റെ ടോട്ടൽ വണ്ണത്തിൻ്റെ ഇരട്ടി എടുക്കണം ഞൂറ് വിടാനായിട്ട് കേട്ടോ. അപ്പോൾ 24 3 ഇഞ്ച് കൂടെ കൂട്ടിയപ്പോൾ 27 കൂടെ ആകുമ്പോൾ 54 ഇഞ്ച് എടുക്കണം കേട്ടോ. അങ്ങനെ 54 ഇഞ്ച് എടുത്ത് 100 വിട്ട് വേണം നമ്മൾ ഷെമ്മീസ് തയ്ക്കാൻ. ഇതേപോലെ ഒരെണ്ണം കൂടെ എടുത്താൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ ഇറക്കം നമുക്ക് ഞാൻ ഒരു പീസിൽ മാറ്റിയല്ലോ. ഇതേപോലെ ഒരെണ്ണം കൂടെ കട്ട് ചെയ്താണ്. അപ്പം നമ്മൾ ഈ 2 പീസും കൂടെ ജോയിൻ ചെയ്ത് പാവാട പീസ് തയ്ക്കുന്ന രീതി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് ചെയ്ത് നോക്കണേ.